PM ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും ആനുകാലികം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. കഥ ആനുകാലികം. റോഡിലൊക്കെ കൊടിതോരണങ്ങൾ നിറഞ്ഞതും നേതാക്കന്മാരുടെ ബഹുവർണ്ണ ചിത്രം ഒട്ടിച്ച വലിയൊരു ബോർഡ് വഴിയരികിൽ സ്ഥാപിച്ചതും ജനങ്ങളിൽ കൗതുകമുണർത്തി. പാർട്ടിയുടെ സമ്മേളനമാണ്, പ്രചരണത്തിന്റെ ഭാഗമാണ് ഇത്. ചിത്രത്തിൽ കണ്ട നേതാക്കന്മാരെ നോക്കി സംസാരിച്ചവർ പരസ്പരം പറഞ്ഞു. നേതാക്കന്മാർക്കിടയിൽ പരിചയമുള്ളൊരു മുഖം തെളിഞ്ഞത് അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്. നിലാവ് പോലെ ആർദ്രമായ ഭാവം, പക്ഷേ കണ്ണുകളിൽ അപ്പോഴും കനലെരിയുന്നത് അവർ കണ്ടു. ഇയാളെ തങ്ങൾക്കറിയാമല്ലോ എന്നൊരു വിചാരം കൂടി നിന്നവരിൽ ചിലർ പങ്കുവച്ചു. ആ ദിനേശന്റെ പടം പൊരുതി മരിച്ച ജനനായകന്മാർക്കൊപ്പം ചേർക്കേണ്ടത് തന്നെ. അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ലായിരുന്നു. സമ്മേളനം കഴിഞ്ഞു. കൊടികൾ സുരക്ഷിതമായി മടങ്ങിപ്പോയി. വെയിലും കാറ്റുമേറ്റ് കാണക്കാണെ തോരണങ്ങളുടെ നിറം മങ്ങി. ബഹുവർണ്ണ ചിത്രം ഒട്ടിച്ചു വെച്ച ബോർഡ് പൊട്ടിയടർന്നു. പക്ഷികൾ നേതാക്കന്മാരുടെ കത്തുന്ന കണ്ണുകളിലേക്ക് കാഷ്ടിച്ചു. ഒരു കാറ്റത്ത് ആ ബോർഡ് നിലം പതിച്ചു. അത് നിലത്തു വീഴാൻ കാത്തു നിന്നതുപോലെ എങ്ങു നിന്നോ ഒരു തെണ്ടിപ്പശു കടലാസു വലിച്ചിളക്കുവാനും ആർത്തിയോടെ തിന്നുവാനും തുടങ്ങി. അപ്പോഴാണ് അതുണ്ടായത്. വലിയ രാരവമായി ഒരു പറ്റം ആളുകൾ റോഡിലൂടെ വരുന്നത് കണ്ട് പശു പരിഭ്രമിച്ചു. ഓടുന്നതിനിടയിൽ വായിലെ കടലാസ് റോഡിൽ കൊഴിഞ്ഞു വീണു. കൊടികൾ ഉയർത്തി വിജയാഹ്ലാദം ആഘോഷിക്കുന്നവരുടെ ഒരു ജാഥയായിരുന്നു അത്. രക്തസാക്ഷികൾ അമരന്മാർ, അവരുയർത്തിയ മുദ്രാവാക്യം ഞങ്ങളീ മണ്ണിൽ നടപ്പാക്കും. ആവേശത്തോടെ ഒച്ചയുയർത്തുമ്പോൾ പക്ഷെ അവരറിയുന്നതേ ഉണ്ടായിരുന്നില്ല, അമരന്മാരായ രക്തസാക്ഷികളെ ചവിട്ടി അരച്ചാണ് തങ്ങളിപ്പോൾ നടന്നു പോകുന്നതെന്ന്. PM ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും ആനുകാലികം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.